അവഗണന കാട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ പാർട്ടി എന്തെങ്കിലും കുറവ് വരുത്തി എന്ന അർത്ഥത്തിലല്ല. അദ്ദേഹം അപമാനിതനായി എന്നുള്ളതാണ്. പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ നേതാക്കളിൽ ഒരാളാണ്. ആലപ്പുഴയിൽ വി.എസ്. കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഇപ്പോൾ പിണറായി വിജയനും എം.എ. ബേബിക്കൊക്കെ ഒപ്പം തന്നെ പറയാവുന്ന ഒരു നേതാവാണ്. 6 പതിറ്റാണ്ടായി പാർട്ടിയുടെ ഭാഗമാണ്. 42 വർഷം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. പിന്നീട് ബ്രാഞ്ചിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും ഈ തുറന്നു പറയുന്ന, അല്ലെങ്കിൽ തൻ്റെ എതിർപ്പ് അല്ലെങ്കിൽ പിണക്കമൊക്കെ ഉറക്കെ പറയുക, അല്ലെങ്കിൽ അത് കവിതയിലൂടെ പ്രകടിപ്പിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. അദ്ദേഹം സ്ഥിരമായി കലാകൗമുദിയിലാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ വരാറ്. ആ കവിതയിലൊക്കെ ഒരു രാഷ്ട്രീയമുണ്ടാവും. തനിക്ക് രാഷ്ട്രീയമായി പറയാനുള്ള ചില കാര്യങ്ങൾ കവിതയിലൂടെ പറയും. അത് കവിതയാണോ എന്നുള്ള വിമർശനമൊക്കെ അദ്ദേഹത്തിൻ്റെ വിമർശകർ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ കവിതയിലൂടെയൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. അപ്പോൾ ജി സുധാകരൻ എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായതാണ്. ഇ.എം.എസിൻ്റെ കാലത്ത് തന്നെ വന്നാണ്. എസ്.എഫ്.ഐയുടെ പഴയ രൂപമായ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ അദ്ദേഹം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് എസ്.എഫ്.ഐ രൂപീകരിക്കുമ്പോൾ എസ്.എഫ്.ഐയുടെ സംസ്ഥാനത്തെ ആദ്യത്തെ പ്രസിഡന്റാണ് അദ്ദേഹം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്തേക്ക് സമരങ്ങളിൽ പങ്കെടുത്തു. പിണറായി വിജയനെ പോലെ തന്നെ അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിൽ പോലീസ് നടപടി മർദ്ദനമൊക്കെ ഏറ്റിട്ടുള്ള വ്യക്തി തന്നെയാണ് ജി സുധാകരൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ എങ്ങനെയാണ് ഇപ്പോൾ പാർട്ടി ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പ്രശ്നം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ വി.എസ്. സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു, ദേവസ്വം മന്ത്രിയായിരുന്നു, സഹകരണ മന്ത്രിയായിരുന്നു. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹം സഹകരണ മന്ത്രിയായിട്ടുള്ളത്, അല്ലേ?